ഹലോ ചക്കരകളെ, നമ്മുടെ മുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ നെറ്റിയും കൺതടങ്ങളുമൊക്കെ അല്ലേ, പുരികക്കൊടികളുമൊക്കെ. ഇവിടെയൊക്കെ നെറ്റിയിലൊക്കെ ചുളിവ് വന്നാൽ മഹാബോറാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റിയിലെ ചുളിവ് നന്നായിട്ട് മാറാനായിട്ട് നമ്മൾ ഐബ്രോസ് ഒക്കെ നല്ലതായിട്ട് ഷേപ്പായിട്ടിരുന്നാൽ മാത്രമേ നമ്മുടെ മുഖം നല്ല ചെറുപ്പമായിട്ടിരിക്കത്തുള്ളൂ അല്ലേ. അതിനുള്ള മസാജാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്താണ് വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണാം. വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് നല്ല രീതിയിൽ റിങ്കിൾസ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മസാജാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്യുക നെറ്റിയിലൂടെ. നമ്മൾ ആ ചെയ്യുന്ന നെറ്റിയിലെ മസാജ് മാത്രമാണ് കാണിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഓയിൽ, കോക്കനട്ട് ഓയിലോ വെർജിൻ കോക്കനട്ട് ഓയിലോ അതുപോലെ തന്നെ നമ്മുടെ ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ നമ്മളെടുത്ത് അപ്ലൈ ചെയ്ത്, ഒന്നുമില്ലെങ്കിൽ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും മതി. ഓയിൽ ഇടുമ്പോഴാണ് കൂടുതൽ റിസൾട്ട് വരുന്നത്. വെളിച്ചെണ്ണയൊക്കെ ആണെങ്കിൽ നല്ലതാണ്, വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ലതാണ്, ആൽമണ്ട് ഓയിൽ നല്ലതാണ്, ഒലിവ് ഓയിലൊക്കെ ഒത്തിരി നല്ലതാണ്. റിങ്കിൾസ് ഫാസ്റ്റായിട്ട് കുറയ്ക്കാനായിട്ട് ഒലിവ് ഓയിലും ആൽമണ്ട് ഓയിലും നല്ലതാണ് കേട്ടോ. അപ്പം നിങ്ങൾ അതിനുശേഷം നിങ്ങൾ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പുരികത്തിൻ്റെ പുരികത്തിൻ്റെ ഇടയിൽ കൂടെയുള്ള ആ സ്ഥലത്ത് ഇങ്ങനൊരു മസാജ് ചെയ്ത് കൊടുക്കുക. ആദ്യം മേളിലോട്ട് ചെയ്യുക, അതിനുശേഷം റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതുമൂലം പുരികത്തിൻ്റെ ആ സൈഡിലുള്ള മേളിലുള്ള ആ ഒരു റിങ്കിൾസും കാര്യങ്ങളും കുറയാനായിട്ട്, നെറ്റിയിലെ ചുളിവ് കുറയാനായിട്ടും ഒക്കെ ഒത്തിരി സഹായിക്കുന്നു. നെറ്റിയിലെ ചുളിവൊക്കെ വന്നാൽ തന്നെ മഹാബോറാണല്ലോ. ഒരുപാട് പേർക്കുണ്ട് നെറ്റിയിൽ, അധികം ആകാത്തവർക്ക് പോലും നെറ്റിയിൽ വരകൾ കാണാറുണ്ടല്ലേ. ഇതെല്ലാം നന്നായിട്ട് മാറിക്കിട്ടില്ല. നമ്മുടെ മുഖം പ്രായാധിക്യത്തെ അത് ചെറുക്കാനായിട്ടും പ്രായാധിക്യം കുറഞ്ഞു കാണിക്കാനായിട്ടും നല്ല യങ്ങായിട്ട് നമ്മുടെ ഫേസ് ഇരിക്കാനായിട്ട് സഹായിക്കത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു ആദ്യത്തെ മസാജ് ചെയ്തത് ഒരു 10 വട്ടം ചെയ്യുക. ഇതും ഒരു 10 വട്ടം നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓരോ മസാജും 10 വട്ടം വീതമാണ് ചെയ്യുന്നത്. അപ്പോൾ ഓയിൽ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. ഡ്രൈ സ്കിന്നുകാർ നല്ലവണ്ണം ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. ഇനി കൈ ക്രോസിൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു മസാജ് കൊടുക്കുക. ഇത് നമ്മുടെ നെറ്റിയിലെ ചുളിവുകളും വരകളും ഒക്കെ വേഗത്തിൽ തന്നെ ഫാസ്റ്റായിട്ട് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു മസാജാണ്. അപ്പോൾ എല്ലാ മസാജുകളും നമ്മൾ ഫേസിലാണെങ്കിലും നെക്കിലാണെങ്കിലും ഒക്കെ ഉള്ള നെക്കിലും അതുപോലെ നെറ്റികളിലും എവിടെയാണോ മസാജ് ചെയ്യുന്നത് അത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കൊരു ഏജ് ആയാലും ഒരു 10-70 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, അധികം ചുളിവൊന്നും ഇല്ലാതെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസും നല്ല രീതിയിൽ തന്നെ നല്ലൊരു അധികം റിങ്കിൾസ് ഒന്നും ഇല്ലാതെയും അധികം സാഗിങ് ഒന്നും ഇല്ലാതെയുമുള്ള നല്ലൊരു ഫേസ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനിയും വിരലുകൾ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ആ നടുക്കൂടെ മറ്റേ കൈകൾ വെച്ച് ഇങ്ങനെ മസാജ് കൊടുക്കുക. റൗണ്ടായിട്ട് മസാജ് കൊടുത്ത് ഓരോ സൈഡിലോട്ടും പ്രഷർ പോയിന്റിൽ വന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് നിർത്തുക കേട്ടോ. ഈ ഒരു മസാജും നെറ്റിയിൽ റിങ്കിൾസ് കുറയ്ക്കാനായിട്ട് നല്ലതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാജ് സെലക്ട് ചെയ്തെടുത്തിട്ട് ചെയ്യാവുന്നതാണ്. നല്ല ചുളിവുകളൊക്കെ ഉള്ളവരെ ഇത്രയും മസാജ് ചെയ്യുക കേട്ടോ. സമയം കിട്ടുന്ന പോലെ ഒരു 10-15 മിനിറ്റ് മാത്രം നമുക്ക് ഇരുന്നാൽ മതി. ഒത്തിരി സമയം കൊണ്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റ് കൊണ്ട് തന്നെ ധാരാളം നമുക്ക് സമയം കിട്ടും. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ആ ഒരു കൈവിരൽ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ 2 സൈഡിലോട്ടും ആ ഒരു പ്രഷർ പോയിന്റിലോട്ട്, നെറ്റിയിട്ടുള്ള സൈഡിലെ പ്രഷർ പോയിന്റിലോട്ട് കൊണ്ടെത്തിക്കുക. അപ്പോൾ ഈ ഒരു റിങ്കിൾസൊക്കെ നല്ല നേരെ വരുന്ന വരകളൊക്കെ പോലെ വരുന്ന സംഭവമൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ ഈ സമയത്ത് ഓയിലൊക്കെ അബ്സോർബ് ആകുകയാണെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. നമ്മുടെ മുഖം നന്നായിട്ട് കഴുകണം മസാജ് ചെയ്യുന്നതിന് മുമ്പ്. അതിനുശേഷം മാത്രമേ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുള്ളൂ. ഇത് കണ്ടോ, എൻ്റെ നെറ്റിയിൽ കണ്ടോ ഒരു ചുളിവ് പോലുമില്ല, ഒരു വരയും ഒന്നുമില്ല. നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുന്നത് കൊണ്ടാണ് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിർത്താൻ സഹായിക്കുന്നത്. അതുപോലെ ഐബ്രോസ് ആണെങ്കിലും നല്ല ഷേപ്പായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഐബ്രോസൊക്കെ ഷേപ്പ് ആയിട്ടിരിക്കാനായിട്ടും അതുപോലെ തന്നെ നെറ്റിയിൽ ഒരു ചുളി പോലും ഇരിക്കാനായിട്ടുമൊക്കെ ഉള്ള നല്ല മസാജുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്ക് കൈ ഇങ്ങനെ മാറി മാറി വെച്ചിട്ട് സൈഡിലോട്ട് 2 സൈഡിലോട്ടും ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇതും നമ്മുടെ ആ ഒരു സെൻറ്ററിലുള്ള നല്ല രീതിയിലുള്ള റിങ്കിൾസ് കുറയാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഒരു 3 വിരൽ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. 3 വിരൽ വെച്ചും വിരൽ ഏകദേശം ഒരു 3 വിരലിൻ്റെ വീതിയൊക്കെ നെറ്റിക്കൊക്കെ വരത്തുള്ളൂ. ആ ഒരു 3 വിരൽ വെച്ച് തന്നെ നമുക്ക് ചെയ്താൽ മതി. ഇതും നമ്മളൊരു 10 പ്രാവശ്യം ചെയ്യുക. അപ്പം ഞാൻ കാണിക്കുന്ന മസാജ് എല്ലാം നിങ്ങൾ 10 പ്രാവശ്യമാണ് ചെയ്യേണ്ടത് കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം ഇനി ഐബ്രോസ് നല്ല രീതിയിൽ ഷേപ്പായിട്ട് കിട്ടാനായിട്ട് നമ്മൾ ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത്, നെറ്റിയുടെ കൂടെ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന മസാജാണിത്. ഐബ്രോസ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല രീതിയിൽ ഐബ്രോസ് ഞാൻ എപ്പോഴും പറയുന്നതാണ് നിങ്ങളോട്, നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. ഐബ്രോസ് നല്ല രീതിയിൽ ഷേപ്പായിട്ട് കിട്ടാൻ സഹായിക്കുന്ന ഒരു മസാജാണ് ഇത്. ഒരുപാട് പേര് ഈ മസാജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ടും ഉണ്ട് കേട്ടോ. എന്നോട് വാട്സപ്പിൽ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചതിന് ശേഷം ഈ ഒരു മസാജ് കൊടുക്കുക 2 സൈഡിലോട്ടും കേട്ടോ.
ഇതും നമ്മുടെ നെറ്റി വളരെ മനോഹരമാക്കാനായിട്ടും അതുപോലെ തന്നെ നെറ്റിയിലെ ചുളിവുകളെല്ലാം നന്നായിട്ട് കുറയാനായിട്ടും സഹായിക്കുന്ന ഒരു മസാജാണ്. നമ്മുടെ നെറ്റിയൊക്കെ നല്ല സോഫ്റ്റ് ആകും. നമ്മുടെ നെറ്റിയൊക്കെ കുറച്ച് കട്ടി കൂടിയ ഭാഗമാണല്ലോ അല്ലേ, അവിടെയൊക്കെ റിങ്കിൾസ് വന്നു കഴിഞ്ഞാൽ കുറയാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ടൊരു 30 വയസ്സ് കഴിഞ്ഞ ആൾക്കാരൊക്കെ ഇത് ഒരു ആഴ്ചയിൽ 2-3 വട്ടം ചെയ്തു പോവുക. ചുളിവുകൾ കൂടുതലുള്ളവർ ഡെയിലി 1 മാസം അടുപ്പിച്ചെങ്കിലും ചെയ്യണം. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം കിട്ടുന്നതായിട്ട് കാണാൻ സാധിക്കും കേട്ടോ. ഇത് അടുത്തൊരു മസാജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മസാജാണ്. ഇത് നമ്മൾ പാർലറിൽ പോകുമ്പോഴത്തേനും ഫേഷ്യൽ ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് ഫേഷ്യൽ ചെയ്യുമ്പോൾ അവർ ചെയ്തു തരുന്ന മസാജാണ്. നിങ്ങൾക്ക് അറിയാവുന്നവർക്കറിയാം. പുറകോട്ട് ഇതുപോലെ മസാജ് ചെയ്യുക. ഇതൊരാൾ ചെയ്തു തരും, നമുക്ക് ഭയങ്കരമായിട്ടുള്ള റിലാക്സേഷനാണ്. ഫേഷ്യലിൻ്റെ സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നല്ലൊരു റിലാക്സേഷനാണ് നമുക്ക് ചെയ്യുമ്പോൾ പുറകോട്ട് നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു മസാജ്. നല്ല എഫക്റ്റീവുമാണ്. അതായത് ഈ കണ്ണിൻ്റെ സൈഡിലുള്ള റിങ്കിൾസൊക്കെ ഇവിടെ ചിലർക്ക് കണ്ണിൻ്റെ സൈഡിലേക്ക് ചുളിവ് പോലെ വരത്തില്ലേ, അതെല്ലാം നന്നായിട്ട് കിട്ടാൻ സഹായിക്കുന്നു ഈ ഒരു മസാജ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ തന്നെ പുറകോട്ട് തന്നെ ചെയ്യുക കേട്ടോ. ഇതൊരു 1 മിനിറ്റോളം നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത്. നമുക്ക് തന്നെ ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. അല്ലെങ്കിൽ ചെയ്ത് തരാനുണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. പക്ഷെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നമുക്ക് സമയം പോലെ വൈകുന്നേരങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് 1 മിനിറ്റോളം നമുക്ക് ചെയ്യാം. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു മസാജാണിത്. നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാനായിട്ടും കണ്ണിൻ്റെ സൈഡിലുള്ള ചുളിവൊക്കെ നന്നായിട്ട് മാറാനായിട്ടും സഹായിക്കുന്ന ഒരു മസാജാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 മിനിറ്റ് നേരം ചെയ്യുക. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു പോയാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം നമുക്ക് ചെറിയ ചുളിവുകളൊക്കെ ഉള്ളവർക്ക് നമ്മൾ ആ ഒരു മസാജ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ഇനി നമ്മുടെ കയ്യിലെ 4 വിരലോ 3 വിരലോ ഒന്ന് കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഒരേ രീതിയിൽ വെക്കുക. എന്നിട്ട് പ്രസ് ചെയ്തൊരു മസാജ് കൊടുക്കുക കേട്ടോ. ഇതും നമ്മുടെ ആ ഒരു നെറ്റിയിലെ ആ ചുളിവ് കുറയാനായിട്ടും അതുപോലെ തന്നെ നല്ലൊരു റിലാക്സേഷനാണ് ഈ മസാജ് ചെയ്യുമ്പം. 2 എടുത്തിട്ട് 2 സൈഡിലോട്ട് പ്രഷർ പോയിന്റിൽ കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നതും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മസാജ് കൊടുക്കുന്നതും ഒത്തിരി നല്ലതാണ് കേട്ടോ. ഈ ഒരു മസാജ് നമ്മൾ ഒരു 1 മിനിറ്റ് നേരമോ അല്ലെങ്കിൽ ഒരു 10 പ്രാവശ്യമോ ഒക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഓരോ മസാജും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ മാത്രം ചെയ്യുക. നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരുപാട് പ്രഷർ ചെയ്തൊന്നും മസാജ് കൊടുക്കണ്ട. നോർമലായിട്ടുള്ള പ്രഷർ കൊടുത്തിട്ട് മസാജ് കൊടുത്താൽ മതി. ഒരുപാട് പ്രഷർ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്കത് അത്രയ്ക്ക് നല്ലതല്ല. സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ സ്കിൻ എങ്ങനെയാണെന്ന് നമുക്കറിയാം. അതേ രീതിയിൽ തന്നെ നമ്മൾ മസാജ് കൊടുക്കുക. ഇനിയും കൈ പുറകോട്ട് എടുത്തിട്ട് മേളിലോട്ട് പിടിച്ചിട്ട് റൗണ്ടിൽ റൊട്ടേറ്റ് ചെയ്തിട്ടൊരു മസാജ് കൊടുക്കുക. ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരാൾ ചെയ്തു തരുമ്പം ഭയങ്കരമായിട്ടുള്ള റിലാക്സേഷനാണ്. തലവേദനയൊക്കെ കുറയാനായിട്ടും അതുപോലെ തന്നെ ടെൻഷൻ ഒഴിവാക്കാനായിട്ടും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒരു മസാജാണ് ഞാൻ ഇപ്പോൾ കാണിച്ചതും കൈ പുറകോട്ട് ചെയ്ത് കാണിച്ചതുമായിട്ടുള്ള മസാജ്. ഇതൊക്കെ നമുക്ക് പാർലറിൽ തരുന്ന മസാജുകളാണ് കേട്ടോ. നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അത്രയും ഇത് കിട്ടത്തില്ല. പക്ഷേ ഒരാൾ ചെയ്യുമ്പോഴത്തേനും നല്ലൊരു റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ ഒരു 1 മിനിറ്റ് നേരം നമുക്ക് മസാജ് കൊടുക്കുക. അടിപൊളി റിസൾട്ടാണ് ഈ ഒരു മസാജിന്. മറ്റൊരാൾ ചെയ്തു തരുവാണെങ്കിൽ നമുക്ക് അവിടെ കിടന്നങ്ങ് ഉറങ്ങിപ്പോകും. അത്ര റിസൾട്ടാണ്. ഇങ്ങനെ ചെയ്ത് നമ്മൾ പുരികത്തിൻ്റെ അതായത് നെറ്റിയുടെ 2 സൈഡിലുമുള്ള ആ ഒരു പ്രഷർ പോയിന്റ് കൊണ്ടുവന്ന് ടച്ച് ചെയ്ത് നിർത്തുക. ഈ ഒരു മസാജും റിങ്കിൾസ് ഫാസ്റ്റായിട്ട് കുറയാൻ തന്നെ സഹായിക്കുന്നു കേട്ടോ. ഇതിലെ 5-6 മസാജ് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല മസാജ് സെലക്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് അത് വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ മുഴുവനായിട്ടും ചെയ്യാം. എന്തായാലും നല്ല രീതിയിലുള്ള റിങ്കിൾസ് ഉള്ള ആൾക്കാരൊക്കെ ഇത് മുഴുവനായിട്ടും തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ നിങ്ങൾ റൊട്ടീനായിട്ട് ചെയ്യുക. ഒരു 40 വയസ്സ് കഴിഞ്ഞവർ നല്ല രീതിയിൽ തന്നെ ഇതുപോലെ മസാജ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതുപോലെ നമുക്കൊരു മസാജ് കൊടുക്കാം. നേരെ കൈവിരൽ വെച്ചിട്ട് ഇതുപോലെ. ഇതൊക്കെ വരകളും കുറികളും ഒക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നെറ്റിയിലുള്ള പാടുകളൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കുന്നു. നമ്മൾ എന്തെങ്കിലും ഓയിലൊക്കെ വെച്ചല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു റിസൾട്ടാണ്. എന്നും ചെയ്യുമ്പോഴാണ് പാടുകളൊക്കെ നന്നായിട്ട് മാറുന്നത് കേട്ടോ. പിന്നെ മുട്ടയുടെ വെള്ളം അടിച്ചിട്ട് ഒരുപാട് റിങ്കിൾസ് ഉള്ളവർ നെറ്റിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുടച്ച് കഴുകി കളയുന്നത് നല്ലതാണ്. അതും റിങ്കിൾസ് കുറയാനായിട്ട് സഹായിക്കും. മുഖം മൊത്തം ഇടുകയും ചെയ്യാം. ഇനി നമുക്ക് മസാജ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് പാറ്റ് ചെയ്ത് പിൻ ചെയ്തൊക്കെ നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് മസാജ് സ്റ്റോപ്പ് ചെയ്യാം. 40 വയസ്സ് കഴിഞ്ഞവരൊക്കെ റെഗുലറായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. 30 വയസ്സൊക്കെ കഴിഞ്ഞവർ ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്തു പോവുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ ഫേസൊക്കെ എങ്ങായിട്ടിരിക്കും, നെറ്റിയിലൊന്നും ചുളിവുകളില്ലാതെ. അപ്പോൾ എല്ലാവരും ഇത് ചെയ്തു നോക്കാൻ മറക്കല്ലേ. അതുപോലെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.